നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യം ഇനി കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റലിന്റെ കയ്യിൽ ഭദ്രം. ആദിവാസി വിഭാഗക്കാരും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യം നെന്മാർ കിംസ് അവൈറ്റിസ് ആശുപത്രിയുടെ കൈകളിൽ ഇനി ഭദ്രം. നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുക്കുന്നതിലൂടെ ആശുപത്രിയുടെ ലോകോത്തര നിലവാരമുള്ള സേവനങ്ങൾ നെല്ലിയാമ്പതി പഞ്ചായത്തിലുള്ളവർക്ക് അനായാസേന ലഭ്യമാവും. അവൈറ്റിസിന്റെ ഇടപെടലിലൂടെ പഞ്ചായത്തിന്റെ ആരോഗ്യരംഗം പൂർണ്ണമായും മാറുമെന്ന് സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് അവൈറ്റസ് ഹോസ്പിറ്റൽ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 1.5 മാസമായി. ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് ഇൻ്റർനാഷണൽ നഴ്സറിലേക്ക് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു മലയോര പ്രദേശമാണ് നെന്മാറയ്ക്ക് അടുത്തുള്ള നെല്ലിയാമ്പതി. 3000 കുടുംബങ്ങൾ നെല്ലിയാമ്പതിയുണ്ട്. പക്ഷേ നെല്ലിയാമ്പതിയിൽ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ചുരമിറങ്ങി താഴോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. ആരും നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല, അതിനെപ്പറ്റി ആരും ചിന്തിക്കാറുമില്ല. സാമ്പത്തികമായി അവർക്ക് നമ്മളെപ്പോലെ ആശുപത്രി താങ്ങാൻ പറ്റാത്ത ആൾക്കാരുമാണ്. ഇതിനൊരു മാറ്റം കൊണ്ടുവരണം. ഒരു ആശുപത്രി ഒരു ജനകീയ ആശുപത്രി ആക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ഹെൽത്ത് കെയർ സംവിധാനം കുറഞ്ഞ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അവിടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ള ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവരുമായി ചേർന്ന് എമർജൻസി മെഡിസിൻ ക്രിട്ടിക്കൽ കെയർ ശക്തമാക്കുവാനാണ് ആദ്യപടിയും നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം ഈ 3000 കുടുംബങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ കൊണ്ടുവരാനൊരു പദ്ധതി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ വരുന്ന ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കത്തക്ക രീതിയിൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് അവർക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ കൊടുക്കത്തക്ക രീതിയിൽ ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് ദത്തെടുക്കുന്ന പോലെ നെല്ലിയാമ്പതി ദത്തെടുക്കാനൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് പാലക്കാട് ജില്ലയിൽ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.